ഓക്കെ, നമ്മളിപ്പോ ഇനി പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. മേഘ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ നിങ്ങക്ക്? മേഘ, മേഘ, മേഘയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിമിഷ, കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങക്ക്? ഇപ്പൊ കേക്കാം. ഓക്കെ, ഞാൻ മേഘനെ കുറെ നേരമായി വിളിക്കുന്നു. മേഘ ഒന്നും തിരിച്ചൊരു കേക്കണ്ടായില്ല. ഇപ്പൊ കേൾക്കുന്നില്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ നോക്കുന്ന ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഈ ഒരു ചാപ്റ്ററും കൂടിയാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് തീർക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് അശ്വതി മിസ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തതായിരുന്നു. പക്ഷെ ടീച്ചറിന് ഇപ്പോ ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം കുറച്ച് ദിവസമായിട്ട് ടീച്ചറുടെ ലീവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഒരു ചാപ്റ്റർ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ചാപ്റ്റർ ഞാനും ഒരു ചാപ്റ്റർ നിഷ് ടീച്ചറും ഡിവൈഡ് ചെയ്ത് എടുക്കുവാണ്. ഇതും കൂടിയാണ് എന്റെ ഇനിയിപ്പോ നിങ്ങൾക്ക് എടുക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 8 ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കോഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അറ്റൻഡഡ്. അവിടെ അണ്ണുള്ളത് വേണ്ട കേട്ടോ. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കിങ്സ് ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്ന ആരാ കസ്റ്റമർ? പേഷ്യൻസ് അല്ലെ? പേഷ്യൻസ്, അവിടെ വരുന്ന ആളുകളൊക്കെ കസ്റ്റമേഴ്സിനകത്ത് വരും. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് നമ്മൾ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസിനെയാണ്. കസ്റ്റമേഴ്സ് ആർ ദ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അറ്റൻഡഡ്. എന്നാൽ ഈ കിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അധികം ശ്രദ്ധിക്കപ്പെടാത്തവർ അല്ലെങ്കിൽ അധികം പരിഗണന കിട്ടാത്തവരാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ തന്നു എന്നുള്ളൂ കോഴ്സ് ആയിട്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പാരഗ്രാഫ് നോക്കിയേ. A medical receptionist is an inevitable part of a well-functioning of healthcare team. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന ആദ്യം ഫ്രണ്ട് ഓഫീസ് അല്ലെ, റിസപ്ഷൻ ഏരിയയിലേക്ക് നമ്മൾ ചെല്ലുന്നത് അല്ലെ. ഇസ് ആൻ ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമായിട്ടുള്ള ഭാഗമാണ്. പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു നല്ലൊരു ഫങ്ഷനിങ്ങിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. എന്നാ നോക്കിയ ഡോക്ടേഴ്സ്, നേഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് to create a friendly, welcoming and well-organized front office for patient and to facilitate the well-functioning of the hospital. ഇത്തിരി ലെങ്തി ആയിട്ടാണ് സെന്റൻസ് എങ്കിലും അതിന്റെ മീനിങ് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഡോക്ടേഴ്സും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സും പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു നല്ലൊരു വെൽക്കമിങ്, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് അല്ലേ. ഇപ്പൊ വെൽക്കമിങ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഡോക്ടേഴ്സും അതുപോലെ തന്നെ നേഴ്സും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നേരെ കയറി ചെല്ലുന്ന ഫ്രണ്ട് ഓഫീസിലാണ്. അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ റിസപ്ഷനിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ വെൽക്കം ചെയ്യുന്നത് അല്ലെ. അപ്പോ എന്താ പറയാ, ഒരു ഇങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ നേഴ്സും എല്ലാവരും ആയിട്ട് ഒരു നല്ലൊരു അവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് അവര് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞേക്കുന്ന സെക്കൻഡ് സെന്റൻസ്. ഡോക്ടർ, നേഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ്
upon the medical റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിന്? ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് for patient and to facilitate the well functioning of the hospital. ഒരു പേഷ്യന്റിന് വേണ്ടിയുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഒരു നല്ലൊരു വെൽക്കമിങ് ആയിട്ടുള്ള വെൽ ഓർഗനൈസും ആയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഡോക്ടേഴ്സും പിന്നെ അതുപോലെ നേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റിസപ്ഷനിസ്റ്റ് നമ്മളെ ഒരു നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും അല്ലെ? നമുക്ക് അതങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് എല്ലാം നല്ല ഇതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഒരു മൈൻഡ് ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടും അല്ലെ? അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ. അതിനുശേഷമാണ് സെക്കൻഡ് ആണ് നമ്മള് ഡോക്ടേഴ്സിനെ കാണുന്നതും ഒക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുന്നതാണ് ഫ്രണ്ട് ഓഫീസിലേക്കാണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അവരാണ് നമ്മൾ ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും, കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയും, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ കിട്ടുന്നു. ഇനി നോക്കി ഇവിടെ തന്നേക്കുന്ന പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ? The need for professionally trained hospital front office executives. Okay. Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. മറ്റുള്ള സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദ ഹോസ്പിറ്റൽ ഈസ് വെയർ ദ പീപ്പിൾ കം ടു വിസിറ്റ്. നമ്മൾ എപ്പോഴാ വിസിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലാ? നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കൊരു രോഗങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഹോസ്പിറ്റലില് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? നമുക്ക് രോഗങ്ങൾ നമ്മള് നല്ല ഹെൽത്തി ആണ്, വേറെ ഡിസീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏത് ഇതിനകത്താണ്? when the other or their close ones are unwell. To visit when either or their close ones are unwell. നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവർക്കോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. This make the people come to the hospital impatient, anxious and curious. അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ചെല്ലുമ്പോഴേ പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യൻ, അക്ഷമയും, അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചൊരു ആൻഷ്യസ്, ഉത്കണ്ഠയും, അതുപോലെ തന്നെ ജിജ്ഞാസ, ഒരു എങ്ങനെയാന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ, ഒരു ജിജ്ഞാസയൊക്കെ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉണ്ടാകും. Here comes the importance of necessity of handling such patients of their family members with more professionalism, sympathy, empathy, and courtesy following all the hospital operational protocols. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആദ്യമായിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നേരെ ചെല്ലുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്കാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് അവർക്ക് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവാം? ഒരു ആകാംക്ഷയും ജിജ്ഞാസയും അതുപോലെ തന്നെ അക്ഷമയും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. അവിടെ വരുന്ന പേഷ്യന്റിനും അതുപോലെ അവിടെയൊക്കെ ഉള്ള ഫാമിലി മെമ്പേഴ്സിനും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടീസിലാണ് വരുന്നത്. ഓക്കെ. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അവരോട് നല്ലൊരു സിമ്പതി ആയിട്ട് സഹതാപത്തോടുകൂടി. എമ്പതി എന്ന് പറഞ്ഞാൽ എമ്പതി, സഹാനുഭൂതി. അത് കേഴ്സി എന്ന് വെച്ചാൽ ഒരു മര്യാദയോടുകൂടി. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇതാവോ?
അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ അവരോട് ഹാൻഡിൽ ചെയ്യുകയും അവരോട് നല്ല സിമ്പതി ആയിട്ടും അതുപോലെ മര്യാദയോട് കൂടിയൊക്കെ ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതും ഈ ആരാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് the front office is a department of the hospital which directly makes the contact with the patient where they first arrive. അത് തന്നെ പറഞ്ഞേക്കുന്ന ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇത് പേഷ്യന്റിന് നേരം ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ്. Okay, the hospital which directly makes contact with the patient where they first arrive. ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ആ പേഷ്യൻസ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. The staff of this department are directly family members. അപ്പൊ ഈ സ്റ്റാഫുകൾ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകൾ എങ്ങനെയാ? ഡയറക്ട്ലി ദ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. അപ്പൊ നമ്മൾ ചെല്ലുന്ന ആളുകളോട് അത്ര ക്ലോസ് ആയിട്ട് അവര് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാഫ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? The staff of the department are എങ്ങനെ ആരെ പോലെയാണ് പറഞ്ഞേക്കുന്നത്? ഫാമിലി മെമ്പേഴ്സ് ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്. ഇറ്റ്സ് ഫംഗ്ഷൻ ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. അതെങ്ങനെ പറഞ്ഞ ഇറ്റ്സ് ഫംഗ്ഷൻ ഒരു സെൻട്രൽ പോയിന്റ് ആണ്. എല്ലാത്തിന്റെയും ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ, ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇറ്റ് ഫംഗ്ഷൻ ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. സംഘടനയിലുടനീളം ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതാണ് ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The department maintains information and records of all the patients of the hospital. The department, front office department എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഓൾ ദ പേഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിന്റെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ നമ്മുടെ ഒരു റിലേറ്റീവ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരൊന്ന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് അവരെ എവിടെയും കിടക്കുന്നത്, ഇപ്പൊ നമ്മള് റിസപ്ഷനിസ്റ്റ് ചെന്നിട്ടാണെങ്കിലും നമ്മള് പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവര് പറയും ഇന്ന റൂമിലാണ്, അല്ലേ? അങ്ങനെ പറയൂലേ? അപ്പൊ അവർക്ക് അവിടെ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻഫർമേഷനും എല്ലാം അവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റെക്കോർഡ്സ് ഓഫ് ഓൾ ദ പേഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ആ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. It also play an important role in forming overall impression of the service provided by the organization. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്? ഇതെന്ന് വെച്ചാൽ അതുകൂടാതെ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഓവറോൾ ആയിട്ടുള്ള ഒരു ഇംപ്രഷനും സർവീസും കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു നമ്മളോട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടും, അല്ലെ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നല്ലൊരു ഇംപ്രഷൻ അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ഇംപ്രഷൻ കിട്ടുന്നു, അല്ലെ? നമ്മളോട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹോസ്പിറ്റലാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഇംപ്രഷൻ കിട്ടുന്നു. അവരുടെ സർവീസിൽ നമ്മളൊരു കോൺഫിഡൻസ് ആവാണ്. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ.
ഓക്കെ, അപ്പൊ അതൊന്ന് പറഞ്ഞത് എന്താ, ഇറ്റ് ഈസ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിങ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു ഓവറോൾ ഇംപ്രഷനും സർവീസും ഒക്കെ കൊടുക്കുന്നതിൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫില് ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഈസ് ഓഫൺ ദ ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് പേഷ്യന്റ് ഓർ ഐദർ വെൽ വിഷേഴ്സ് ഇന്ററാക്ട് വൈൽ കോണ്ടാക്ടിങ് വിത്ത് ദ ഹോസ്പിറ്റൽ. ഇത് തന്നെ നമ്മൾ പറഞ്ഞ പേഷ്യൻസോ അവരുടെ വെൽ വിഷേഴ്സ് ഒക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പൊസിഷൻ ആണ് ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അത് ചോദിക്കാം, ഡാഷ് ഈസ് ദ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഏത് പൊസിഷനാണ് ഈ പേഷ്യന്റോ അല്ലെങ്കിൽ വെൽ വിഷേഴ്സോ ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന പ്ലേസ് ഏതാണ്? ഏത് പ്ലേസിലാണ് ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എവിടെയാ? ഏത്? ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ്. അതിന്റെ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ എഴുതണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്, അല്ലെങ്കിൽ വെൽ വിഷേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യാനോ എന്തായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെല്ലുന്ന, അവിടെ ആദ്യം ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. സോ they are essentially the face and the voice of the hospital. അതുകൊണ്ട് തന്നെ എന്താ ഇതെന്ന് പറഞ്ഞേക്കണേ, ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഫേസും ഒരു വോയിസും ആണ്, മുഖവും ശബ്ദവുമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. And for this reason they play an important role in the representing the organization. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഈ ഫ്രണ്ട് ഓഫീസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ they play an important role in the representing the organization. ആ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പോലെയാണ്, അതുകൊണ്ട് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഒരു പേഷ്യന്റ് ഒക്കെ ഹോസ്പിറ്റലിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ അവര് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അവിടെ റിസപ്ഷനിസ്റ്റ് അവർക്ക് ഇതെങ്ങനെയാ, അപ്പൊ ആദ്യമായിട്ട് വരുന്ന അവർക്ക് ആ പേഷ്യൻസിനെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആൻഷ്യക്ക് അവർക്ക് പല കാര്യങ്ങളെ കുറിച്ച് ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഓഫീസ് ആണ്. അപ്പൊ അതെന്ന് പറയാം, അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലെ ഫേസും വോയിസും ആണ്. അതുകൊണ്ട് അവരെ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഈ ഫ്രണ്ട് ഓഫീസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാ പേഷ്യൻസിന്റെ റെക്കോർഡ്, പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷന് അവിടെ എന്ത് ചെയ്യണം, ഈ ഫ്രണ്ട് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെന്നിട്ടാണെങ്കിൽ ഒരാളെ കുറിച്ച് അറിയണം, ഏത് റൂമിലാണ് കിടക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ അവര് അത് പേരും അഡ്രസ്സും നോക്കിയിട്ട് റൂം നമ്പർ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ പേഷ്യന്റിനെ കുറിച്ചുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം എല്ലാ ഇൻഫർമേഷനും ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഇവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുക ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അവര് നമ്മളോട് ഇടപെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് വായിക്കേണ്ട കാര്യമുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ഡസ് ദ ടൈം കസ്റ്റമർ മീൻസ്? കസ്റ്റമർ എന്ന് പറഞ്ഞ ഇത് എന്താണ് മീൻ ചെയ്യുന്നത്? ആ ടൈം എന്താണ് മീൻ ചെയ്യുന്നത്? എ കസ്റ്റമർ ഈസ് റെഫേർഡ് ടു us individual or household that purchase goods and services generated within the economy. ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ, ഒരു എക്കണോമി എന്ന് പറഞ്ഞ സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ
ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇൻഡിവിജ്വലോ ഓർ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബങ്ങളെയൊക്കെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, കസ്റ്റമർ ഈസ് റെഫേർഡ് ടു ആസ് എ individual or household that purchase goods and services generated within the economy. The next second point, the word is historically derived from custom. അതൊന്ന് നോക്കണം. ഈ കസ്റ്റമർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം കസ്റ്റം. വാട്ട് ഈസ് ദ മീനിങ്? ഹാബിറ്റ്. ഹാബിറ്റ് എന്നാണ് അതിന്റെ മീനിങ്. കസ്റ്റം എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഹാബിറ്റ്, സ്വഭാവം, ഹാബിറ്റ് എന്നാണ്. A customer is someone who frequently consists a particular shop and make it a habit to purchase goods from there, and within whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. ഇത്രയുള്ളതിനകത്ത് പറഞ്ഞേക്കുന്നത് നോക്കിയേ, കസ്റ്റമർ ഈസ് സംവൺ ഹു ഫ്രീക്വന്റ്ലി കൺസിസ്റ്റ് എ പർട്ടിക്കുലർ ഷോപ്പ്. ഇപ്പൊ ഞാനൊരു ഷോപ്പ് തുടങ്ങി, അതിനിപ്പോ എന്താ പറയാ റിൻസി ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിൽ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നതാണ്. അപ്പോ ഈ എന്റെ ഷോപ്പിലെ കസ്റ്റമർ ആണ് റിൻസി, അല്ലെ? എന്റെ ഷോപ്പിൽ ഇടയ്ക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു സ്ഥിരം കസ്റ്റമർ ആണെന്ന് പറയാം. And it make it a habit to purchase goods from there. അപ്പൊ റിൻസി അവിടെ നിന്ന് എന്താ പർച്ചേസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ്. എന്റെ കടയിൽ നിന്നാണ് റിൻസി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് within whom the shopkeeper had to. അപ്പൊ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം ഒക്കെ കണ്ടു, അങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങള് ഈ ഷോപ്പില് സ്ഥിരമായിട്ട് വന്നു കഴിയുമ്പോൾ ഞാനും റിൻസിയും തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, ഇല്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളില്ലേ, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളില്ലേ, ഇല്ലേ? അപ്പൊ അവിടുത്തെ അവരുമായിട്ട് ഷോപ്പ് കീപ്പറൊക്കെ ആയിട്ട് നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ലേ? നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും പോയി മേടിക്കുവാണെങ്കിൽ നമ്മൾ സാധനം മേടിച്ച് പോരുള്ളൂ. സ്ഥിരമായിട്ട് നമ്മളൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്താ, ആ ഷോപ്പ് കീപ്പർ നമ്മളുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected. അതിന്റെ മീനിങ് എന്താ? എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ എനിക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇനി റിൻസി എന്റെ ഷോപ്പിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യാൻ വരുള്ളൂ. അപ്പൊ അതിന്റെ ഇതെന്താ, വീണ്ടും ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, which means expected purchase in the future. ഫ്യൂച്ചറിൽ അവിടെ പർച്ചേസ് ചെയ്യുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്റെ കസ്റ്റമർ ആണ്, സ്ഥിരം വരുന്നതാണ്, ഇനിയും ഇവിടെ വന്നേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യൂ എന്നുള്ളതിന് ഒരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്, കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞ എന്താ? ഇനി ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ കസ്റ്റമറിന് വേണ്ട സാധനങ്ങളും സേവനങ്ങളും ഒക്കെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. മേ ബി ഡിഫൈൻഡ് ആസ് ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകള്, സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ. എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ. ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ കസ്റ്റമറിന്റെ നീഡ്സ് അനുസരിച്ച് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സാധനങ്ങളെയോ സേവനങ്ങളെയോ ഒക്കെ നമുക്ക് കസ്റ്റമർ നീഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് 12:30 കേട്ടോ. 12:30 to 1:30 ദീക്ഷിത് ടീച്ചർ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സില്. ഓക്കെ, ഇപ്പൊ കസ്റ്റമർ നീഡ് എന്ന് പറയുന്നത് എന്താ? ഒരു പ്രത്യേക ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക നീഡ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങളെയും സേവനങ്ങളെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട സാധനങ്ങളല്ലേ കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമറിന് വേണ്ട ഗുഡ്സ് ഓർ സർവീസസിനെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്.
ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ പ്രധാനമനുസരിച്ച് അതിന്റെ ആവശ്യങ്ങൾ നീഡ്സ് വ്യത്യാസപ്പെട്ടിരിക്കണം. ഒരു കസ്റ്റമറിന് വേണ്ട കാര്യങ്ങൾ ആയിരിക്കില്ല വേറെ ആൾക്ക്. അപ്പൊ ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ പ്രാധാന്യം അനുസരിച്ച് ആ നീഡ്സുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് കസ്റ്റമർ എക്സ്പെക്ടേഷൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കൾച്ചറൽ വാല്യൂസ്. കസ്റ്റമർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്തിനാ? കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. ഈ കൾച്ചർ വാല്യൂവിനെയും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് അതൊരു പ്രധാന ഇതാണ്. പിന്നെ അതുപോലെ മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമറിന്റെ ഇതൊക്കെ കസ്റ്റമറിന്റെ പ്രതീക്ഷയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നല്ല അഡ്വർടൈസിങ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആ പരസ്യം കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതനുസരിച്ച് എന്താണ് കൂടുതൽ ആളുകൾ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ കസ്റ്റമറിന്റെ പ്രതീക്ഷയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. കസ്റ്റമർ എക്സ്പെക്ടേഷൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ. കസ്റ്റമർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞത് എന്തിനേക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കൾച്ചറൽ വാല്യൂവിനെ അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ബോത്ത് വിത്ത് ദ സപ്ലയർ വിത്ത് ദ അതർ സോഴ്സസ്. ആ സപ്ലയറും മറ്റ് ഇടങ്ങളും സോഴ്സും തമ്മിലുള്ള എന്താ പറയാ കൾച്ചറൽ വാല്യൂ, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ, അത് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ കസ്റ്റമർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. കസ്റ്റമറിന്റെ പ്രതീക്ഷയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതൊന്ന് നോക്കിയാൽ കേട്ടോ. കസ്റ്റമർ എക്സ്പെക്ടേഷൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്തിനേക്കാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടാണ് പറഞ്ഞേക്കണേ? ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സ്. സപ്ലയറും മറ്റുള്ള സോഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ എന്താ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളെ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒന്ന് നോക്കി പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. കസ്റ്റമർ എന്താണ്? 4 പോയിന്റുകള്. ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ കുഴപ്പമില്ലല്ലോ. അതിനകത്ത് ഫ്രണ്ട് ഓഫീസർ നമ്മൾ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻസ് എന്താണ്, ഫ്രണ്ട് ഓഫീസർ, റിസപ്ഷനിസ്റ്റ് ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ വീണ്ടും ആ ഇൻട്രൊഡക്ഷൻ പഠിച്ചതൊക്കെ തന്നെയാണ് വീണ്ടും അതിനകത്ത് ഫംഗ്ഷൻസിൽ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കസ്റ്റമർ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടാ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. നമ്മള് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേ? കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞ ആരാന്ന് പറഞ്ഞേ? ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ദാറ്റ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്തിൻ ദ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉത്പാദിപ്പിക്കുന്ന ആ സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ, ഗുഡ്സോ സർവീസുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി, ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് കുടുംബങ്ങളെയൊക്കെയാണ് ഈ കസ്റ്റമർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ?
ഇനി സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് വേർഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വാക്കിൽ നിന്നാണ്? കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കസ്റ്റം? ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞ ആരാന്ന് പറഞ്ഞ ഒരു ഷോപ്പില് പർട്ടിക്കുലർ ഷോപ്പില് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഷോപ്പ് കീപ്പറും കസ്റ്റമറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഫ്യൂച്ചറിലും ആ ഷോപ്പ് കീപ്പറിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഇനിയും അവര് നമ്മുടെ ഷോപ്പിൽ തന്നെ വരുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഫ്യൂച്ചർ പർച്ചേസിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത കസ്റ്റമർ നീഡ്സ് ആണ്. കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു കസ്റ്റമറിന് വേണ്ട ഒരു ഗുഡ്സ് ഓർ സർവീസിനെയൊക്കെയാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെ കസ്റ്റമർ നീഡ്സ് കസ്റ്റമറിന്റെ പ്രാധാന്യം അനുസരിച്ച് ആ കസ്റ്റമർ നീഡ്സ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതൊക്കെയാ? കൾച്ചറൽ വാല്യൂസിനെ, അഡ്വർടൈസിങ്ങിനെ, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷനെയൊക്കെയാണ് ഈ കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ സർവീസ് ആണ്. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കസ്റ്റമർ സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? മറ്റു പേര് എന്താണ്? കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. ക്ലയന്റ് സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. കസ്റ്റമർ സർവീസ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. ഈസ് ദ പ്രൊഫഷണൽ സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. എന്താ? പർച്ചേസിന്റെ സമയത്തും പർച്ചേസ് നടക്കുമ്പോഴും, അതിന് പർച്ചേസിന് മുന്നും പർച്ചേസിന് ശേഷവും പർച്ചേസ് സമയത്തും ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. Customer service is the professional service to customer before, during and after purchase. Okay, എന്താ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ? ഈ നമ്മള് പർച്ചേസ് സമയത്തും പർച്ചേസിന് മുമ്പും പർച്ചേസിന് ശേഷവും ഒക്കെ കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസുകളെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കിയേ. അക്കോർഡിംഗ് ടു, അവിടെ ഒന്നൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തിരുത്തുക. ടർബാൻ ആക്ട് എന്നാണ് അവിടെ. TURBAN, ടർബാൻ ആക്ട് 2002 ടർബാൻ ആക്ട് അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് the feeling that a product or service has meet the customer expectation. അവിടെ ഒരു ഇതാ പറഞ്ഞേക്കുന്ന ടർബാൻ ആക്ട് 2002 അനുസരിച്ച് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ലെവലിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. Customer service is a series of activities that designed to improve the level of customer satisfaction. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുടെ ലെവലിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നടത്തുന്ന ആക്ടിവിറ്റീസിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. That is the feeling that a product or service has met the customer expectation. അപ്പൊ അത് എന്താ പറയുന്നത്? കസ്റ്റമറിന്റെ പ്രതീക്ഷ കിട്ടുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റോ സർവീസോ ഒക്കെയാണ് സർവീസും ആണ്. ഓക്കെ, that is the feeling that a product or service has met the customer expectation. കസ്റ്റമറിന്റെ പ്രതീക്ഷ കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റും സർവീസും ഒക്കെയാണ്. ഓൾദോ ദ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസസ്, ഇതൊക്കെയാ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസുകൾ, ഇതൊക്കെ ഒരു കസ്റ്റമർ സർവീസ് ആണ്. The medical receptionist is often the first person with whom the patient has within the medical facility. അത് നമ്മൾ പറഞ്ഞ തന്നെ കാര്യം തന്നെ വീണ്ടും പറയുന്നത്. The medical receptionist എന്ന് പറയുന്നത് ആരാണ്? Is often the first person with whom the patient has with the medical facility. ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരു പേഴ്സൺ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ആദ്യത്തെ പേഴ്സൺ ആണ്
ഇപ്പൊ നമ്മള് ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ മീറ്റ് ചെയ്യുന്ന കോണ്ടാക്ട് ചെയ്യുന്നത് ഏതാ മെഡിക്കൽ റിസപ്ഷനിൽ ആന്ന് പറഞ്ഞു. അപ്പോ പേഷ്യന്റിന്റെ മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ആദ്യത്തെ പേഴ്സൺ ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. നോക്കിയേ, the medical receptionist is often the first person with whom patient has with the medical facility. അപ്പൊ നമ്മളൊരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആരാണ്? who is the first person to provide the medical facilities? first person medical receptionist. Giving patient individual attention can go a long way in establishing their positive experience with the facility. Giving patients individual attention can go a long way in establishing their positive experience within the facility. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന ഫെസിലിറ്റിയും പോസിറ്റീവ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പല വേസിലൂടെ പേഷ്യന്റിന് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക ചെയ്യുന്നത്. അവര് ഫെസിലിറ്റീസും അതുപോലെ തന്നെ എക്സ്പീരിയൻസും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പേഷ്യൻസിന് പല വഴികളിലൂടെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കസ്റ്റമർ സർവീസിലൂടെ. ഇനി നെക്സ്റ്റ് ഇത് എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് CRM? CRM എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. വാട്ട് ഈസ് CRM? എക്സ്പാൻഡ് CRM. CRM എന്ന് പറഞ്ഞാൽ എന്താ? Customer relationship management. Customer relationship management. As the name indicates, CRM software is a system for managing relationship with the customer. As the name indicate, ഈ CRM എന്ന് പറഞ്ഞ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് CRM എന്ന് പറയുന്നത്. This name indicate the software is a system for managing. ഒരു സോഫ്റ്റ്വെയർ ആണ് അവിടെ ഉപയോഗിക്കുന്നത് ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് തമ്മിലുള്ള കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. As the name indicates, CRM software is a system for managing relationship between customers. ഇതൊരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. CRM എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM. ഈ CRM സോഫ്റ്റ്വെയറിലൂടെയാണ് കസ്റ്റമറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. CRM എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. അപ്പൊ ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നത് ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഹെൽത്ത് കെയർ CRM? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. Okay, healthcare customer relationship management can manage a complete database on patients that are recorded securely and cannot be accessed by the third parties. ഇപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ റിസപ്ഷനിൽ ചെയ്യുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ആധാർ നമ്പർ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ഇത് ഒരു സെക്യൂർഡ് ആണ് അല്ലേ? മറ്റുള്ളവർക്ക് ഇപ്പൊ നമ്മുടെ ആധാർ നമ്പർ ഒക്കെ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ നല്ലൊരു സെക്യൂരിറ്റി ആണ് അല്ലെ? ഡാറ്റാബേസ് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാം. പേഷ്യന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന ഇതാണ് CRM എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ. cannot be accessed by the third parties. ഇതെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ ഒരു തേർഡ് പാർട്ടി, മൂന്നാമത് ഒരാൾക്ക് ഇത് അക്സസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് സെക്യൂർ ആയിരിക്കും. ഇത് പ്രൊട്ടക്ട് ചെയ്താണ് വച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
എത്ര മനസ്സിലായ? CRM എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്താണ് പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡേറ്റാസും ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞ ഒരു പ്രത്യേകത എന്താ പറഞ്ഞേക്കുന്നത്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി അസസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആധാറും നമ്മുടെ അഡ്രസ്സും അങ്ങനെയുള്ള എല്ലാ പേഴ്സണൽ ആയിട്ട് ഇൻഫർമേഷൻ മറ്റുള്ള ഒരാൾക്ക് അവിടെ നിന്ന് ഒരിക്കലും എന്താ പറയാ അങ്ങനെ അസസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് സെക്യൂർ ആണ് അവിടെ, അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. The CRM medical software can easily provide the information required to the patient through text, phone calls, or emails from anywhere at any time. Okay, നെക്സ്റ്റ് പറഞ്ഞേക്കണം CRM മെഡിക്കൽ സോഫ്റ്റ്വെയറിന് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും ടെക്സ്റ്റ് വഴി അല്ലെങ്കിൽ ഫോൺ കോൾസ് വഴി അല്ലെങ്കിൽ ഇമെയിൽ വിവരങ്ങളൊക്കെ എളുപ്പത്തിൽ നൽകാൻ കഴിയും. ഫോൺ കോൾസിലൂടെ നമുക്കിപ്പോ വേറെ സ്ഥലങ്ങളിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇമെയിൽ വഴിയാണെങ്കിലും അവിടെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പാസ് ചെയ്യാൻ കഴിയും. ഈ ഒരു വിവരങ്ങള് ഹോസ്പിറ്റലിന് എന്താ പറയാ പേഴ്സണലൈസ്ഡ് കെയറിനെ കുറിച്ച് നമുക്ക് അവിടെ അറിയിക്കാൻ പറ്റും. Furthermore, this information can also be used as a hospital to keep them informed on personalized care as their type of marketing measures. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? ഈ വിവരങ്ങൾ ഹോസ്പിറ്റലിന് പേഴ്സണലൈസ്ഡ് കെയറിനെ കുറിച്ച് എന്ത് ചെയ്യാം അറിയിക്കാൻ കഴിയും. CRM എന്ന് പറയുന്നത് is a healthcare not only store patient contact information, but it also give a comprehensive overview of their medical history, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി ദ സ്റ്റോർ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ, കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രം സ്റ്റോർ ചെയ്യുന്നതല്ല CRM ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ബട്ട് ഇറ്റ് ഓൾസോ ഗീവ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദർ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അവരെന്താണ് അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങള് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ. ആ ഒരു ഇതിന് ഡോക്ടർ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്, പ്രിസ്ക്രിപ്ഷൻസും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഒരു സമഗ്രമായ ഒരു അവലോകനം നൽകുന്നു ഇതിന്റെയൊക്കെ. അപ്പൊ നമ്മളൊരു ഒരു പേഷ്യന്റിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്, ബട്ട് ദ മെഡിക്കൽ ഹിസ്റ്ററി, അതിന്റെ അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ അവിടെ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിൽ സെക്യൂർ ചെയ്ത് സ്റ്റോർ ചെയ്തേക്കുക ചെയ്യുന്നത്. അക്കോർഡിംഗ്ലി അത് സ്റ്റോർഡ് ആണ് അവിടെ. As well, in short, the availability of medical CRM help the healthcare industry to offer instant services, solution, and to improve the overall performance of the hospital. എന്താ പറഞ്ഞിരിക്കുന്നത്? Overall performance. As well, in short, the availability of the medical CRM help the healthcare industry എന്താണ് to offer instant services, അതുപോലെ solution, improve the overall performance. ആ ഹോസ്പിറ്റലിലെ ഒരു ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ടു ഓഫർ ഇൻസ്റ്റന്റ് സർവീസ്, സൊല്യൂഷൻ ആൻഡ്
ഓക്കെ, ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? നമ്മൾ ഇത്രയാണ് CRM സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങള്. ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളുള്ള കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങൾക്ക് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമ്മള് CRM സോഫ്റ്റ്വെയർ, CRM എന്താണ് എക്സ്പാൻഡഡ് ഫോം പറഞ്ഞത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, CRM. അപ്പൊ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ വളരെ സെക്യൂർ ആയിട്ട് തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതൊരിക്കലും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും അത് അക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു പേഴ്സണൽ പേഷ്യന്റിനെ കുറിച്ചുള്ള പേഴ്സണൽ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഗിവ് എ കോംപ്രഹെൻസീവ് ഓവർവ്യൂ ഓഫ് അവർക്ക് മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്, പ്രിസ്ക്രിപ്ഷൻ, ഇതൊക്കെ എല്ലാവരും അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളും അവിടെ സ്റ്റോർ ചെയ്യുന്നു. In medical CRM help the healthcare industry to offer their instant services, അതുപോലെ തന്നെ പല സൊല്യൂഷൻസ് കൊടുക്കാനും ഇംപ്രൂവ് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലുള്ള ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. ഇതുകൂടി നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ തീരില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം വായിച്ച് പറയുന്നേ. ഇനി നമുക്ക് ഈ ഒരാഴ്ചയും കൊണ്ട് നിങ്ങളുടെ ടോപ്പിക് തീർക്കണം. ഓക്കെ, നമുക്ക് അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം, ഓരോ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, comprehensive patient management software can do all the risk task in relation with the managing appointments. Comprehensive patient management software എന്താണ് അപ്പോയിന്റ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും. Comprehensive patient management software can do all the tasks in the relation with the managing appointments. അപ്പോയിന്റ്മെന്റുകൾ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടാസ്കുകളും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഒരു സഹകരണം, കൊളാബറേഷൻ. While hospital or private parties has many departments, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലിലെ, that must work in agreement to provide the best patient experience. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലിനിക്കോ എന്തോ ആയാലും അവര് വർക്ക് ചെയ്യുന്നത് പല ഡിപ്പാർട്ട്മെന്റിലെയും കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലോ മറ്റുള്ള പ്രൈവറ്റ് ക്ലിനിക്സോ എന്ത് തന്നെ ആയാലും അവരുടെ വർക്ക് ചെയ്യുന്നത് അവരുടെ പല ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി തേർഡ് പോയിന്റില്, CRM system can also collect and organize reports that will be beneficial is a healthcare organization. CRM സിസ്റ്റത്തിന് എന്താണ് റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യാനും കളക്ട് ആൻഡ് ഓർഗനൈസ് ദ റിപ്പോർട്ട്സ് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും ഒക്കെ കഴിയും. ഈ റിപ്പോർട്ടുകൾ എങ്ങനെ അനുസരിച്ചാൽ ദീസ് റിപ്പോർട്ട്സ് ക്യാൻ ബി റിഗാർഡിംഗ് ദ പേഷ്യന്റ് റിക്വസ്റ്റ് ഓർ കംപ്ലൈൻസ്, referrals or internal issues like medical equipment malfunctioning. ഇവിടെ പറഞ്ഞ ഈ റിപ്പോർട്ടുകൾ എങ്ങനെയാ? പേഷ്യന്റിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് കംപ്ലൈന്റ്സുകള്, ഫയലുകള്, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പോലുള്ള ഉപകരണങ്ങളുടെ തകരാറുകൾ എന്നിവ പോലുള്ള ഇന്റർനെറ്റ് ഇഷ്യൂസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാകാം റിപ്പോർട്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, നമ്മള് ഈ CRM സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ പറ്റും.
that will be beneficial is healthcare organization. അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണ് ഹോസ്പിറ്റലിന് അതൊരു ബെനിഫിഷ്യൽ ആണ്. ദീസ് റിപ്പോർട്ട്സ്, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിഗാർഡിംഗ് പേഷ്യന്റ് റിക്വസ്റ്റുകൾ, അപ്പൊ പേഷ്യൻസിന്റെ റിക്വസ്റ്റുകളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരികയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സുകൾ, റെഫറൻസ് ഓർ ഇന്റേണൽ ഇഷ്യൂസ്, അതൊക്കെ ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് മാൽ ഫംഗ്ഷനിങ്, മെഡിക്കൽ എക്യുപ്മെന്റ് തകരാറുകൾ, ഉപകരണങ്ങളുടെ ഒരു തകരാറുകളുടെ പോലുള്ള പ്രശ്നങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തകരാറുകളാണ്. അപ്പൊ അതവിടെ റെക്കോർഡിക്കലി അതെന്താ പറയാ, അവിടെ റിപ്പോർട്ട്സ് ഒക്കെ അവിടെ ഇതാക്കി വെക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റേണൽ ഇഷ്യൂസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാവാം ഈ റിപ്പോർട്ട്സുകൾ. ഇങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്ത് വെക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്, അതൊരു ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ബെനിഫിറ്റ്സ് ആണ്. അത് ആ റിപ്പോർട്ടുകളിൽ നോക്കി എന്തൊക്കെ കംപ്ലൈന്റ്സ് ഈ ഡേറ്റിൽ വന്നിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ, നടപടികൾ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കിയ ഫോർത്ത് വൺ, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. നമ്മുടെ ടൈമൊക്കെ വളരെയധികം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ each doctor and nurses at your hospital or private parties can automate their calendars with CRM softwares. നമ്മുടെ ഹോസ്പിറ്റലിലോ പ്രൈവറ്റ് പാർട്ടീസിലോ ഉള്ള ഡോക്ടേഴ്സിനും ഈ നേഴ്സിനും ഒക്കെ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ അവരുടെ കലണ്ടറുകൾ എന്താ പറയാ ഓട്ടോമാറ്റ് ചെയ്യാൻ കഴിയും. പുറത്തുനിന്ന് ആൾക്കുള്ള ഒരു ഡോക്ടർ വരുമ്പോൾ അവർ ഏത് ഡേറ്റിലാണ് അവൈലബിൾ ആകുന്നത്, അല്ലെ, ഏതൊക്കെ ഡേറ്റിൽ അവൈലബിൾ ആകും എന്നൊക്കെ ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളാണെങ്കിലും വിളിച്ചു ചോദിക്കുകയാണ് ഇന്ന ദിവസം ഡോക്ടർ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ CRM സോഫ്റ്റ്വെയർ അതിന്റെ ഇത് സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അവിടെ റിസപ്ഷനിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇന്ന ദിവസം ഇന്ന ഡോക്ടർ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ ഡോക്ടേഴ്സിനും നേഴ്സിനും ഒക്കെ ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ അവരുടെ കലണ്ടർ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ആണ് റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബില്ലിംഗ്. മെഡിക്കൽ ബില്ലിങ്ങിനുള്ള ഇറേഴ്സുകൾ കുറയ്ക്കാൻ പറ്റും. ഇററുകൾ എല്ലാം എന്താ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ബില്ല് സംബന്ധിച്ച് വരുന്ന ഇററുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് പോയിന്റ് ആണ് റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. മെഡിക്കൽ ബില്ലുകൾ ഉണ്ടാകുന്ന ഇററുകൾ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS മേക്ക് ഷുവർ ദാറ്റ് ടൈംലി റെസ്പോൺസ് ആർ സെൻഡ് ടു ദ പേഷ്യന്റ് ഇൻബോക്സ് ആഫ്റ്റർ ദേ ടേക്കൺ ആക്ഷൻ ഇൻ സം വേ. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഇമെയിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ SMS ഏതെങ്കിലും വിധത്തില് ഒരു നടപടി സ്വീകരിച്ച ശേഷം രോഗിയുടെ ആ ഇൻബോക്സിലേക്ക് കൃത്യസമയത്ത് എന്താ പ്രതികരണങ്ങൾ അയക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ഇമെയിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ SMS വഴിയൊക്കെ എന്തെങ്കിലും നടപടികളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച ശേഷം ആ രോഗിക്ക് അത് അപ്പൊ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. രോഗിയുടെ ഇൻബോക്സിലേക്ക് കൃത്യസമയത്ത് തന്നെ അതിന്റെ പ്രതികരണങ്ങൾ അയക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയും. നെക്സ്റ്റ് അതാണ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. Next, seventh, CRM software will allow you to segment your patient based on their health issues, location, age, gender. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വിവരങ്ങളൊക്കെ CRM സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. ആ CRM സോഫ്റ്റ്വെയറിലായിരിക്കും അവിടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പല സെഗ്മെന്റ് ആക്കി തിരിക്കാൻ പറ്റും. ഇപ്പൊ 50 വയസ്സിനും 70 വയസ്സിനുള്ള ഇടയ്ക്കുള്ള ആളുകള്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകള്, പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികള്, 10 വയസ്സ് മുതൽ 20 വയസ്സുള്ള, അങ്ങനെ ഓരോന്നിനെയും, പിന്നെ അതുപോലെ തന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ അങ്ങനെയുള്ള ഒരു സെഗ്മെന്റ് ആയിട്ട് അവിടെ തിരിക്കാൻ പറ്റും. ഇത് എന്ന് പറയുന്നത് എന്താണ്, ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വരില്ലേ. അപ്പൊ എന്ന് പറഞ്ഞ ഏജിൽ ഇപ്പൊ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ 50 കഴിഞ്ഞ് 70 വയസ്സ് വരെയുള്ളവർക്ക് ടെസ്റ്റ് ഫ്രീ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇത്ര ശതമാനം ഇതുണ്ട്, പൈസ കുറവുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ ഇതിനകത്ത് ഈ CRM സോഫ്റ്റ്വെയറിൽ നോക്കിയിട്ട് ഈ ഏജിലുള്ള ആളുകളെ പെട്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഇന്ന ഡേറ്റില് ഇവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്,
അപ്പൊ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ വരുന്ന പേഷ്യൻസിന് ഫ്രീ ആയിട്ട് ഡോക്ടറിനെ കാണാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന ഡേറ്റിൽ ഇവിടെ എത്തണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പൊ തന്നെ എന്താണ് അവർക്ക് ഇൻഫർമേഷൻ തിരിക്കാം. അപ്പൊ കൊടുക്കാൻ പറ്റും. അപ്പൊ അവരുടെ ലൊക്കേഷനും ഏജും ജെൻഡർ മെയിൽ ചില ഫീമെയിലുകൾക്ക് മാത്രം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഏജും ജെൻഡറൊക്കെ വെച്ചിട്ട് പേഷ്യൻസിനെ സെഗ്മെന്റ് ആയിട്ട് തിരിക്കുന്നത് അനുസരിച്ച് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ ഈ എന്താ പറയാ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതനുസരിച്ച് ആ പേഷ്യന്റിന് ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനാണ് ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് നേരെ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ നേരെ ഇത്ര ഏജിലുള്ളവര് എത്ര ആളുകളുണ്ട്, ഇപ്പൊ അവർക്കാണ് ആ ട്രീറ്റ്മെന്റ് അന്ന് കൊടുക്കുന്നതെങ്കിൽ ആ ഏജിലുള്ളവർക്കൊക്കെ ഒറ്റയടിക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, SMS വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ അവിടെ കൊടുക്കാൻ പറ്റും. അവരെ അത് വിളിച്ചറിയിക്കാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, CRM സോഫ്റ്റ്വെയർ. എട്ടാമത്തെ അല്ലേ ഇനി പറയുന്നത്, ഇറ്റ് ഓൾസോ കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. ഫ്രണ്ട് ഓഫീസ് ബാക്ക് ഓഫീസ് ഫംഗ്ഷനെയൊക്കെ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ഏതാ? ഫ്രണ്ട് ഓഫീസ് ഏതാ? റിസപ്ഷൻ അല്ലേ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഏതാ? റിസപ്ഷൻ. ആൻഡ് ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഡോക്ടേഴ്സ് ഏരിയ, ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെയാണ് ബാക്ക് ഓഫീസിൽ വരുന്നത്. അപ്പോ ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷനെയും ബാക്ക് ഓഫീസ് ഫംഗ്ഷനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓൾസോ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ ഈ CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസിൽ വരുന്നതാണ്. 8 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി കണ്ടോ, ഇവിടെ ഒരു പിക്ചർ കാണിച്ചേക്കുന്നുണ്ടോ, ഈ CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ അവിടെ തന്നേക്കുന്നത് കണ്ടോ. നെയിം അവിടെ ഫസ്റ്റ് എന്താണ്, പേഷ്യന്റിന്റെ നെയിം ആണ് അതിനകത്ത് വന്നത്. നെയിം അവിടെ വരും. പിന്നെ അടുത്തത് ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ജെൻഡർ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നെക്സ്റ്റ് വരും. പിന്നെ അഡ്രസ്സ്, അവിടെ അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ്, ഇങ്ങനെയുള്ള അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ അതിനകത്ത് വരും. പിന്നെ അടുത്ത താഴെ ബോക്സിൽ നോക്കിയേ, മെഡിക്കേഷൻ, അവിടെ എന്താണ്, ഡ്രഗ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് അവിടെ വരും. മെഡിക്കേഷൻ എന്താണ്. പിന്നെ അടുത്ത് നോക്കിയ മെഡിക്കേഷൻ, പ്രിസ്ക്രൈബർ, ആരാണ് പ്രിസ്ക്രൈബ് ചെയ്തത് എന്നുള്ളത് പ്രിസ്ക്രൈബർ നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഫിൽ ഡേറ്റ് കണ്ടോ. ഇത് ആ ഒരു CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് പേഴ്സണൽ ആയിട്ടുള്ളത്, പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ഇതിനകത്ത് കാണിച്ചേക്കുന്ന അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. ഉണ്ടോ, മെമ്പർഷിപ്പ് ID. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു UID ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, ഒരു ID ഇല്ലേ ഹോസ്പിറ്റലിലൊക്കെ, നമ്പർ ഇല്ലേ? നെയിമിനെക്കായും നമ്മൾ OP-യിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആ ID അല്ലേ കാണിക്കുന്നത്, ആ ID നമ്പർ അവിടെ കണ്ടോ. അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പേരല്ല അവര് ചോദിക്കുന്നത്, നമ്മുടെ ID ആണ്. നമ്മുടെ ആ കാർഡ് ഉണ്ടാവുമല്ലോ, ആ കാർഡിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും, ID നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് അവിടെ അടിച്ചു കൊടുക്കുന്നത്. ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പേഷ്യന്റിന് പേര് വരും, നമ്മുടെ അഡ്രസ്സ് വരും, ബാക്കി ഇൻഫർമേഷൻ ഒക്കെ ഏത് ഡോക്ടറിനെയാണ് കാണുന്നത് അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പൊ അത് നോക്കി അപ്പോയിന്റ്മെന്റിൽ ചെല്ലുമ്പോഴാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാനാവുമ്പോഴും എന്താണ്, നമുക്ക് അവിടെ മെമ്പർഷിപ്പ് ID കണ്ടോ, ID നമ്പർ കൊടുക്കണം അവിടെ. പിന്നെ അടുത്തത് വന്നേക്കുന്ന നെയിം, അവിടെ പേര്, പിന്നെ ഡേറ്റ് എന്നാണ്, ടൈം എപ്പോഴാണ് കാണുന്നത്, ടൈപ്പ് ഓഫ് സർവീസസ്, എന്ത് സർവീസ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ കൊടുക്കണം. എന്നിട്ട് സേവ് ചെയ്യണം കണ്ടോ. ഇനി എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്ത് പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ അതിലേക്ക് അവിടെ ആഡ് ചെയ്യാനുള്ള ഡിലീറ്റ് ഓപ്ഷനും അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്ത് പോരുക. ഇത്രയാണ് അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു പാറ്റേൺ തന്നേക്കുന്നത് കേട്ടോ. രണ്ടെണ്ണം അവിടെ തന്നേക്കുന്നത്. CRM സോഫ്റ്റ്വെയർ സാമ്പിള് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റിന് ചെല്ലുമ്പോൾ പേഷ്യന്റിന്റെ പേര്, അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇത് എടുക്കും. പിന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് ഇതിനകത്ത് തന്നേക്കുന്നത്.
അപ്പൊ അവിടെ നമുക്ക് അപ്പത്തേക്ക് അവരൊരു ID നമ്പർ തരുമല്ലോ. ID നമ്പർ അടിച്ചു കൊടുക്കുക, പേര്, ഡേറ്റ്, ടൈം, പിന്നെ ടൈപ്പ് ഓഫ് സർവീസ്, എന്ത് സർവീസാ വേണ്ടത് എന്നുള്ളത്. പിന്നെ അവിടെ 3 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. സേവ് ചെയ്യണം, പിന്നെ പുതിയത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് മാറ്റി വേറെ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇത് പറയുന്നത് CRM സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ചിലപ്പോ നാളെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇനിയിപ്പോ നമുക്ക് ആ പോർഷൻസ് ഇനി ജിഷ ടീച്ചറിന്റെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ടല്ലേ, ഒരു ക്ലാസ് കൂടി ഏറ്റവും വേണം തോന്നുന്നു ടോപ്പിക്ക് തീരാനായിട്ട് അല്ലേ? ഒരു ക്ലാസ് കൂടി മതി എന്ന് തോന്നുന്നു അല്ലേ ജിഷ മിസ്സിന്റെ? അതെ മിസ്. ഓക്കെ, ഒരു ക്ലാസ് നമുക്ക് മതിയാവും. അപ്പൊ നമുക്ക് ചിലപ്പോ നാളെ തന്നെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇതിപ്പോ നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കാനും അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേഗം പോയിന്റ്സുകൾ പറഞ്ഞു പോയത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, വായിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ കയറുക. ചിലപ്പോ നാളെ തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. എന്തായാലും നമുക്ക് ഈ ഒരു ചാപ്റ്ററും കൂടി തീരാനുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് സഹകരിച്ച് പോവാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വായിച്ചു വെക്കുക. സരിത, റിൻസി, മേഘ എല്ലാവരും ഇന്ന് നമ്മളെടുത്ത് അത്രയും ഒന്ന് വായിച്ചിട്ട് വേണം നാളെ ക്ലാസ്സിൽ കയറാൻ. നമുക്ക് ഓരോന്നും എടുത്ത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേഗം ഓരോ പോയിന്റ്സുകൾ തന്നെ പറഞ്ഞു പോയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് ഞാൻ കുറച്ചാണ് 2-3 പേജ്. ഓക്കെ, 3 പേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത്ര വായിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുക. എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു. ക്ലാസ് നിങ്ങളോട് പറഞ്ഞല്ലോ 12:30 to 1:30 കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് നിഷ മിസ്സിന്റെ ആണ്. എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ.